ഏത് ജപ്പാൻ ജപ്പാനൊക്കെ തീർന്നു. കാനറികളുടെ ചിറകരിഞ്ഞ് മഞ്ഞപ്പടയെ തളച്ചിടാമെന്ന് മോഹിച്ച് ആരും ഇങ്ങോട്ട് വരേണ്ട. കാരണം ഇത് തോറ്റു പിന്മാറാൻ വന്ന ബ്രസീലല്ല, ഇത് ഡോൺ കാർലോയുടെ പുതിയ സാമ്രാജ്യമാണ്. ഏഷ്യൻ കരുത്തുമായി ബ്രസീലിനെ അട്ടിമറിക്കാൻ വലവിരിച്ച് ജപ്പാന് തെറ്റി. ആദ്യ പകുതിയിൽ പതറിയെങ്കിലും രണ്ടാം പകുതിയിൽ കളി എന്താണെന്ന് കാട്ടിക്കൊടുത്ത് ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ ജപ്പാന്റെ നെഞ്ചകം തകർത്ത് ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. കപ്പെടുത്ത് തളർപ്പിച്ച പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ ഈ മഞ്ഞപ്പട കപ്പ് ഉയർത്തുമെന്ന് എല്ലാ വിരോധികൾക്കും മുന്നറിയിപ്പ് നൽകുന്ന തകർപ്പൻ ജയം തന്നെയാണ് ബ്രസീൽ നേടിയത്. ആദ്യം ഒരു ഗോളിന് പിന്നിൽ നിൽക്കുകയും പിന്നെ ഗോൾ മടക്കി സമനില നേടുകയും ചെയ്ത ബ്രസീൽ ഇഞ്ചുറി ടൈമിലെ ഗോളിലാണ് ജപ്പാന്റെ പ്രീ ക്വാർട്ടർ മോഹങ്ങൾ അവസാനിപ്പിച്ചത്. വലിയ വെല്ലുവിളിയാകുമെന്ന് എല്ലാവരും വിലയിരുത്തിയപ്പോഴും ജപ്പാനൊന്നും തങ്ങൾക്ക് ഇരയാവില്ലെന്ന മനോഭാവത്തോടെയാണ് ടച്ച് ലൈനിലേക്ക് ആഞ്ചലോട്ടി നിലകൊണ്ടത്. എന്താണ് ജയിക്കാൻ വേണ്ടതെന്ന് ആഞ്ചലോട്ടിയെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ. നെയ്മറെ പോലൊരു സൂപ്പർ താരത്തെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കാതെ ബ്രസീലിന് ജയിക്കാനാവില്ലെന്നാണ് പൊതുവെ ഉയർന്ന അഭിപ്രായം. എന്നാൽ നെയ്മറിനെ കളിപ്പിക്കാതെ ജയിക്കാൻ സാധിക്കുമെന്ന് അറിയണമല്ലോ എന്നായിരുന്നു ആഞ്ചലോട്ടിയുടെ നിലപാട്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. തങ്ങളുടെ സുൽത്താനെ കളത്തിൽ കാണാത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നെയ്മറെ കളിപ്പിക്കാത്തതെന്ന് മത്സരശേഷം ആഞ്ചലോട്ടി വെളിപ്പെടുത്തിയിരുന്നു. മത്സരം നിശ്ചിത സമയത്ത് സമനിലാവുകയും എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയും ചെയ്താൽ നെയ്മറിനെ ടീമിന് ആവശ്യമുണ്ട്, അല്ലാത്ത പക്ഷം കളിപ്പിക്കേണ്ട എന്നതായിരുന്നു ആഞ്ചലോട്ടിയുടെ തീരുമാനം. തങ്ങൾ റൗണ്ട് 32 വീഴാൻ പോകുന്നില്ലെന്നും മുന്നോട്ട് ശക്തമായി തന്നെ പോകുമെന്നും ആഞ്ചലോട്ടി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. പമ്പമാരെ വീഴ്ത്താൻ തൻ്റെ വജ്രായുധമായ നെയ്മറെ രാഗിമിനുക്കി ആഞ്ചലോട്ടി കാത്തു സൂക്ഷിക്കുകയാണ്. ആ ബ്രഹ്മാസ്ത്രം എപ്പോൾ തുടക്കണമെന്ന് ആഞ്ചലോട്ടിക്ക് കൃത്യമായ ധാരണയുണ്ടെന്ന് ഉറപ്പാണ്. ജപ്പാനെതിരെ ആദ്യ പകുതിയിൽ ബ്രസീലിന്റെ പ്രകടനം നിലവാരം കാട്ടിയിരുന്നത് വസ്തുതയാണ്. വിനീഷ്യസ് ജൂനിയറും മാത്തായസ് കുഞ്ഞയും പലതവണ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ജപ്പാന്റെ പ്രതിരോധ കോട്ട പൊളിക്കാൻ സാധിക്കാതെ വിയർക്കുന്നതാണ് കണ്ടത്. എന്നാൽ രണ്ടാം പകുതിയിൽ ബ്രസീൽ തങ്ങളുടെ വിശ്വരൂപം കാട്ടി. എണ്ണം പറഞ്ഞ പാസുകളിലൂടെ അതിവേഗം ജപ്പാന്റെ ഗോൾ മുഖത്ത് അക്രമം അഴിച്ചുവിട്ട ബ്രസീലിനെയാണ് കാണാനായത്. ഈ തുടർ ആക്രമണമാണ് കാസബിറയിലൂടെ ബ്രസീലിന് സമനില ഗോൾ നേടിക്കൊടുത്തത്. അപ്പോഴും വിജയ ഗോൾ ബ്രസീലിന് മുന്നിൽ വെല്ലുവിളിയായി. രണ്ടാം പകുതിയുടെ 78-ാം മിനിറ്റിൽ 2 പ്രതിരോധ താരങ്ങളെ കളത്തിലിറക്കിയ ജപ്പാൻ ബ്രസീലിന് മുന്നിൽ കോട്ട കെട്ടിയപ്പോൾ ആ തന്ത്രം പൊളിച്ച് ബ്രസീൽ ഏറ്റവും മികച്ച ആക്രമണ ഫുട്ബോളാണ് അവസാന സമയത്ത് പുറത്തെടുത്തത്. സാമ്പാതാളത്തിലെ കാനറികളുടെ പടയോട്ടത്തിന് മുന്നിൽ ഒരു നിമിഷമെങ്കിലും ജപ്പാന് പിഴവ് സംഭവിക്കുമെന്ന് ആഞ്ചലോട്ടിക്ക് അറിയാമായിരുന്നു. ആ പിഴവിനായുള്ള ബ്രസീലിലെ കാത്തിരിപ്പ് വിഫലമായില്ല. ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ ഗോളിൽ ബ്രസീൽ വിജയം പിടിച്ചെടുക്കുമ്പോൾ അമിതാവേശം ആഞ്ചലോട്ടിക്കില്ലായിരുന്നു. കാരണം താൻ എന്താണോ ചിന്തിച്ചത് അതിലേക്ക് ടീം എത്തി എന്നതിൻ്റെ സംതൃപ്തിയായിരുന്നു ആ മുഖത്ത്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ വമ്പന്മാരും ഒന്നു മാത്രം ഓർത്തു വെക്കുക, ഈ ബ്രസീൽ ഇത്തവണ വെറുതെ അങ്ങ് വന്ന് തോറ്റുമടങ്ങാൻ വന്നവരല്ല. നെയ്മർ എന്ന ബ്രഹ്മാസ്ത്രത്തെ ആവനാഴിയിൽ തയ്യാറാക്കി വെച്ച് എതിരാളികളുടെ നെഞ്ചിലേക്ക് തൊടുക്കാൻ കാത്തു നിൽക്കുന്ന ഡോൺ കാർലോയുടെ ഈ കനറിപ്പട ഇനിയുള്ള റൗണ്ടുകളിലും കനൽ വിതറി ഇവിടെ തന്നെ ഉണ്ടാകും. 6ാം ലോക കിരീടമെന്ന ആ സ്വപ്നത്തിലേക്ക് ആ സാമ്പാത്താളത്തിൽ മഞ്ഞപ്പട കുതിച്ചുയരുമ്പോൾ അതിനെ തടുത്തു നിർത്താൻ ഈ ലോകത്ത് ആർക്കെങ്കിലും സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. കാരണം ഈ കപ്പ് അത് ഹെക്സയടിച്ച് മഞ്ഞക്കടലിലേക്ക് തന്നെ പോകും.